വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ. ഞാൻ രമേഷ് പി നായർ, മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് വളരെ അടുത്ത് കാർമൽ ഹോസ്പിറ്റലിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീടാണ്. 4.25 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുൻഭാഗത്തുകൂടെയും സൈഡിലൂടെയും വിശാലമായ ടാറിംഗ് റോഡാണ് കടന്നു പോകുന്നത്. മനോഹരമായ ഒരു ചുറ്റുമതിലാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 100 മീറ്റർ മാത്രമാണ് ദൂരം. വീടിൻ്റെ മുൻഭാഗത്തായി പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ GI സ്ക്വയർ ട്യൂബിൽ CMC കട്ടിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫോൾഡിംഗ് ഗേറ്റും ഈ ഭാഗത്തായി ഒരു വലിപ്പമുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് ടൈലുകൾ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീട് പണിതിരിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരമാണ്. ഈ വീടിൻ്റെ വടക്കു കിഴക്കേ മൂലയിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ്. ധാരാളം വെള്ളമുള്ള ഒരു കിണർ കൂടിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇരു സൈഡുകളിലും മെറ്റിൽ പാകി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ചുറ്റിലും കിട്ടുന്നത്. ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശാലമായ ഒരു കവേർഡ് കാർ പോർച്ചാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ LED ലൈറ്റുകൾ കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ളതുമായ ഒരു ഫ്രണ്ട് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൂടാതെ പെയിൻറ്റിങ് വർക്കുകൾ എല്ലാം ചെയ്ത് ഈ വീട് വളരെ കളർഫുൾ ആക്കിയിട്ടുള്ള അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ വീടിനുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്ത് ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും, അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്ത് തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറ്, ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ വീടിൻ്റെ മനോഹരമായ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ മുകൾ ഭാഗത്തായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ കളർഫുൾ ആക്കിയിട്ടുള്ള ഒരു സീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ സ്ഥാനം. TV യൂണിറ്റിൻ്റെ താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായി ഷെൽഫുകളും ഗ്ലാസ് ഷെൽഫുകളും കൊടുത്ത് അതിനടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇവിടെയാണ് ഈ വീടിൻ്റെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി വളരെ ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ, ഒരു മിറർ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു വാഷ് ഏരിയ നമുക്കവിടെ കിട്ടുന്നു. സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയ്ക്കായി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാർട്ടീഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കിച്ചണാണ് ഇവിടെ കിട്ടുന്നത്. ഈ കിച്ചൻ്റെ ഈ ഭാഗത്തായി
ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റിലാണ് ഇതിൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൽ ഷേപ്പിൽ നാനോ വൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു കിച്ചൺ കൗണ്ടർ ഇവിടെ കിട്ടുന്നു. താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് ഏരിയ ഈ കിച്ചണിൽ ലഭ്യമാണ്. ഈ വീടിന് 3 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ്. നമുക്ക് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം ഒന്ന് കാണാം. വളരെ വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി 3 പാളികളിലുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മിറർ കൊടുത്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ളതും മനോഹരമായ ഒരു ഹാൻഡ് റെയിൽ കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ LED ലൈറ്റുകൾ കൊടുത്ത് അതിസുന്ദരമായി കളർഫുൾ ആക്കിയിട്ടുള്ള ഒരു സീലിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 2 പാളികളിലുള്ള ഒരു വാർഡ്രോബാണ്, വുഡിന്റെ വാർഡ്രോബാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മിറർ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലേക്കാൾ ഏറ്റവും വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്നതിന് ഒരു പ്രത്യേകം ഏരിയ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ചെയ്ത് അതിനിടയിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഈ വീടിന്റെ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് കവേർഡ് ചെയ്ത് വളരെ മനോഹരമാക്കി CMC കട്ടിങ്ങുകൾ കൊടുത്ത് സ്ക്വയർ ട്യൂബ് കൊണ്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഇവിടെയായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിന് പ്രത്യേകം ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലേക്ക് പോകുന്നതിന്, ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിന് ഒരു സ്റ്റെയർ കേസ് കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം വിശാലമായ ഒരു ബാൽക്കണിയും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ CMC കട്ടിംഗ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഹാൻഡ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ റോഡും മറ്റു വീടുകളും മറ്റ് എല്ലാ കാഴ്ചകളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. എറണാകുളം ജില്ലയിൽ ആലുവ കാർമൽ ഹോസ്പിറ്റലിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ഈ ഭവനം ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വഴി, വൈദ്യുതി, വെള്ളം എല്ലാം ആവശ്യത്തിലധികം ഈ വീട്ടിൽ ലഭ്യമാണ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, രാജഗിരി ഹോസ്പിറ്റൽ, പെരുമ്പാവൂർ, അതുപോലെ തന്നെ കാക്കനാട്, കളമശ്ശേരി, മെഡിക്കൽ കോളേജ്, ഈ പ്രദേശങ്ങളെല്ലാം ഈ വീടിന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നിൽക്കുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 12-13 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡ് കടന്നു പോകുന്നത്. ക്യാൻസർ സെൻ്ററും അതുപോലെ നിർദ്ദിഷ്ട ഹൈക്കോർട്ടും ഈ വീട്ടിൽ നിന്ന് വെറും ഒരു 4 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ തൊട്ടടുത്തായി CBSE, ICIC, സ്റ്റേറ്റ് സിലബസ് എന്നീ സ്കൂളുകളെല്ലാം വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്.
കൂടാതെ മാർക്കറ്റ്, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന് വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ളവർക്കും അതുപോലെ പ്രവാസികൾക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു ഏരിയയും ഒരു വീടുമാണ് ഇത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.